ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ മാക്രമേ ത്രെഡുകളെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മാക്രമേ ത്രെഡ് എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും ചിലർക്കൊക്കെ അത്ര അറിയാത്തതായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എന്താണ് മാക്രമേ ത്രെഡ് എന്നും അതിൽ എന്തൊക്കെ ടൈപ്പ് നോട്ടുകളുണ്ടെന്നും അത് വെച്ച് എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും അതിന് ഏത് ടൈപ്പ് ത്രെഡ് ഉപയോഗിക്കണം, എത്ര സൈസിലുള്ള ത്രെഡ് ഉപയോഗിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് മാക്രമേ യൂസ് ചെയ്യുന്ന ആൾക്ക് വരുന്ന ഡൗട്ടാണ്. അപ്പോൾ ആ ഡൗട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു സീരീസ് പോലെ, അതായത് ഓരോ പാർട്ടായിട്ട് ഓരോ വീഡിയോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കും എൻ്റെ ഈ സീരീസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് മാക്രമേ ത്രെഡിനെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ അറിയേണ്ടത്? എന്താണ് മാക്രമേ എന്ന് പറയുന്നത്? മാക്രമേ എന്ന് പറയുന്നത് പണ്ട് മുതലേ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഒരു നോട്ടിങ് ടെക്നിക്കാണ്. അതായത് കൈകൊണ്ടാണ് മെയിനായിട്ട് ഇതിലെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പണ്ടുള്ള ആൾക്കാർ അവരുടെ ഷാളിൻ്റെയൊക്കെ അറ്റത്തൊക്കെ ഫ്രിഞ്ചസൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂവൽ പോലെ ഇങ്ങനെ കിടക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ കത്തിക്കൊക്കെ പിടിപ്പിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഈ മാക്രമേ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ഹാങ്ങേഴ്സ്, ഷാൻലിയേഴ്സ്, വാൾ ഹാങ്ങിങ്സ്, കീ ചെയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് അറിയേണ്ടത് മാക്രമേൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാക്രമേൻ്റെ 4 ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് വരുന്നത്. അത് ഫസ്റ്റിൽ വരുന്നത് അത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ, അതിൽ തന്നെ നാച്ചുറലുണ്ട്, ആർട്ടിഫിഷ്യലുണ്ട്, 2 എണ്ണം. ആ നാച്ചുറലിൽ കാണുന്നതാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ കോട്ടൺ ടൈപ്പ് മാക്രമേ. ഇത് കൂടാതെ തന്നെ നമുക്ക് ജൂട്ട്, ലിനന്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യലിൽ വരുന്ന ടൈപ്പാണ് സിന്തറ്റിക് ആയിട്ടുള്ള, അതായത് പോളിമർ, പോളിസ്റ്റർ, അതുപോലെ തന്നെ നൈലോണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കോട്ടൺ ആയിട്ടുള്ള ത്രെഡ്സാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡ്സാണ് നമുക്ക് ഒന്നും കൂടെ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതായത് നമ്മൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞത് കളഞ്ഞു കഴിഞ്ഞാലും മണ്ണിന് അത്ര ദോഷം വരാത്ത രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് അത് തന്നെ. നമുക്ക് കാണാനും ഭംഗി അതായിരിക്കും. അതുപോലെ തന്നെ അതിന് ഷൈനിങ് അങ്ങനെ ഉണ്ടാവില്ല. എനിക്കൊക്കെ അങ്ങനെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ് ഇഷ്ടം. പിന്നെ രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യലിൽ ഇപ്പോൾ പോളിസ്റ്റർ ടൈപ്പൊക്കെ വരുന്നത്, അതൊക്കെ മെയിനായിട്ട് ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നൈലോൺ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ബാഗ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷൈനിങ് ഉണ്ട്, ഡ്യൂറബിലിറ്റിയും കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ത്രെഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഡ്യൂറബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ളതായിരിക്കും നല്ലത്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ആണ് നല്ലത്. നമ്മൾ ത്രെഡ് ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവയുടെ സൈസാണ്. ഇത് ഓരോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ത്രെഡുകളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ത്രെഡിൻ്റെ സൈസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം നമ്മൾ തീരുമാനിക്കുക എങ്ങനെയാണ്. ഇതിപ്പോൾ കണ്ടില്ല, ഇത് 5 mm ത്രെഡാണ്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം വലിയ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ത്രെഡ് ആവുന്ന സമയത്ത് ഒരു ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ സർഫസ് ഏരിയ ഫില്ലാവും ചെറുതിനെ അപേക്ഷിച്ച്. അപ്പോൾ പക്ഷേ എന്നാൽ കാണാനും നമുക്ക് ഉപയോഗിക്കാനും കുറച്ച് ബുദ്ധിമുട്ടും ഇതിന് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും നല്ലതാണ്. ഇപ്പോൾ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതൊരു 10 mm ത്രെഡാണ്. അപ്പോൾ ഞാൻ നേരത്തെ 5 mm എന്ന് പറഞ്ഞില്ലേ, ഇതൊരു 10 mm ത്രെഡാണ്. അപ്പോൾ ഈ ത്രെഡ് നമ്മൾ വെർണിയർ വെച്ചിട്ടാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതൊരു സിംഗിൾ സ്ട്രാൻഡ് എന്നുള്ളത്, അതൊക്കെ കൂടുതൽ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 mm അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്നുള്ളൂ. ഇതിൻ്റെ കാര്യമൊന്നുമില്ല, നമ്മൾ മേടിക്കുന്ന സമയത്ത് അതൊക്കെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ത്രെഡൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരു ഓൺലൈൻ സ്റ്റോറുണ്ട്, ഉർവി നോട്ട് എന്നാണ് പേര്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി, ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ത്രെഡൊക്കെ ഒരുപാട് കളർ ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആവശ്യമായിട്ടും ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ത്രെഡിൻ്റെ രണ്ടാമത്തെ പാർട്ടായ, അതായത് സൈസ് കൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഈ തിക്നെസ് കൂടുന്ന സാധനങ്ങൾ പ്ലാൻ ഹാങ്ങേഴ്സും അതുപോലെ പ്ലാൻ ഷെൽഫ്സിന്, വാൾ ഹാങ്ങിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. സ്ട്രെങ്ത്ത് കൂടുതലുള്ളതിന് സ്ട്രെങ്ത്ത് കൂടിയ ഒരു 3 mm മേലോട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്യുക. ലെസ് ദാൻ 3 mm ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജ്വല്ലറി ഐറ്റംസിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ.
മൂന്നാമതായി നമ്മൾ അറിയേണ്ട കാര്യം എത്ര പ്ലൈസ് ഉണ്ടെന്ന്. അപ്പോൾ പ്ലൈസിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഒരു പ്ലൈ എന്ന് പറഞ്ഞാൽ, പ്ലൈ എന്ന് പറഞ്ഞാൽ ഇഴ. അപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ത്രെഡാണ്, കണ്ടില്ലേ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിങ്ങനെ അഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതിന് 3 പ്ലൈസ് ഉണ്ട്. ഇതിനെയാണ് ഒരു പ്ലൈ എന്ന് പറയുന്നത്. ഇതിലിപ്പം 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ 3, 4, 2, 1 അങ്ങനെയുള്ള പ്ലൈസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. 4 കൂടുതലൊക്കെയുള്ള പ്ലൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ത്രെഡുകളെ ഇതാക്കും. അപ്പോൾ ഇതിപ്പോൾ 3 mm 3 പ്ലൈ ആയിട്ടുള്ള ട്വിസ്റ്റഡ് മാക്രമേ ത്രെഡാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, ഇങ്ങനെയാണ് നമ്മൾ മാക്രമേൻ്റെ പേരുകൾ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡാണ്. സിംഗിൾ സ്ട്രാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ സ്ട്രിങ് അങ്ങനെയൊക്കെ പറയും. ഇതിൽ കണ്ട പേര് പോലെ തന്നെ ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ, ഒറ്റ പ്ലൈയേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഒരു 4 mm ത്രെഡാണ്. 4 mm സിംഗിൾ സ്ട്രാൻഡിലുള്ള ത്രെഡിനെയാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതിനെ പറയുന്ന പേരാണ് ബ്രെയ്ഡഡ് ആയിട്ടുള്ള. ഈ ബ്രെയ്ഡഡിൽ 4 അതിൽ കൂടുതലോ ഇഴകൾ ഉണ്ടാകും. ഇതിനെങ്ങനെ കണ്ട് നമ്മൾ മുടി പിന്നിടുന്നത് പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത് വളരെ സ്ട്രെച്ചബിളാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രിഞ്ചസിൽ നിന്ന് ഇതിങ്ങനെ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പം കാണാനൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടാവും ഇതുകൊണ്ട് ചെയ്താൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനിൽ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ടൈപ്പ്. ഇതിപ്പോൾ ഒരു 3 mm ബ്രെയ്ഡഡ് കോഡാണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഒരു 3 mm ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിലും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ പ്ലൈയേ ഉള്ളൂ. അടുത്തത് 4ാമത്തെ ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ത്രെഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പാറ്റേൺ ആണെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ 3 പേര്, അതായത് ട്വിസ്റ്റഡ്, സിംഗിൾ സ്ട്രാൻഡ്, ബ്രെയ്ഡഡ്. ഇപ്പോൾ ഈ കാണുന്ന ഓഫ് വൈറ്റ് ത്രെഡ് എന്ന് പറയുന്നത് ഇത് ട്വിസ്റ്റഡ് ആണ്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഇത് കണ്ടില്ലേ, സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇത് അതുപോലെ ഈ ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് ഇത് ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. അത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വളരെ നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ബ്രെയ്ഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പിന്നിയിട്ട പോലത്തെ രീതിയിൽ, ആ രീതിയിലുള്ളതാണ് 4ാമത്തെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ മാക്രമേ ത്രെഡുകളെ 4 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 4 കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഒരു ത്രെഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എന്ത് ടൈപ്പ് മെറ്റീരിയലാണ്, 2ാമത്തത് സൈസ്, അതായത് തിക്നെസ്, 3ാമത്തത് പ്ലൈസ്, 4ാമത്തത് അതിൻ്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ഏത് പാറ്റേണിലുള്ളത് വേണമെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്ക് വളരെ സിമ്പിളാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ആദ്യമായിട്ട് ഒരു ത്രെഡ് മേടിക്കുന്ന ആൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ ക്ലാസിഫിക്കേഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൽ വരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എന്ത് കാര്യങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.